ഇരിക്കുന്ന ഈ കറുത്ത ഫോൺ റെഡ്മി 9i ആണ്. ആ വെള്ള ഫോൺ ഓപ്പോയാണ്. അപ്പോൾ വെള്ള ഫോണിൽ നിന്ന് റെഡ്മി 9iലോട്ട് ഞാൻ വിളിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും കോള് വരുന്ന പാറ്റേൺ ഇതുപോലെയാണ്. അപ്പൊ എനിക്ക് തോന്നുന്നതാണ് ഈ ഒരു പാറ്റേൺ, ഈ കോള് വരുന്ന സ്റ്റൈൽ ഒന്നും മാറ്റണം എന്ന് തോന്നുന്നതാണ്. അതിനെന്ത് ചെയ്യാൻ പറ്റുമെന്നാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. ഏതൊരു ഫോണിലും ഈ ഒരു സ്റ്റൈല് കൊണ്ടുവരാൻ പറ്റും. ഇതിന്റെ സെറ്റിംഗ്സുകൾ കറക്റ്റ് ആക്കിയാൽ മതി. അപ്പോൾ ഫോണിൽ ഈ ഒരു സ്റ്റൈല് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക. സെറ്റിംഗ്സിൽ എന്തെങ്കിലും എറർ വന്നു കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റൈല് വർക്ക് ആവത്തില്ല. അതുപോലെ തന്നെ ഓരോ ഫോണിലും ചെറിയ ചെറിയ മാറ്റങ്ങൾ സെറ്റിംഗ്സിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉണ്ടാവും. ജസ്റ്റ് നമ്മളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. ആപ്ലിക്കേഷന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് വരുമ്പോൾ ഇതുപോലെയാണ് സെറ്റിംഗ്സ്, പെർമിഷൻസ് ഒക്കെ അലോ ചെയ്ത് കൊടുക്കുക. പിന്നീട് ഇതുപോലെ ഒരു ഓപ്ഷൻ വരും. ഇവിടെ രണ്ടാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്യുക, സെറ്റ് ആസ് ഡീഫോൾട്ട് കൊടുക്കുക. പിന്നീട് വരുന്ന ഇന്റർഫേസ് ഇതുപോലെയാണ്. ഇവിടെയാണ് നമുക്ക് കോൾ എങ്ങനെ വരണം എന്ന സ്റ്റൈൽ തീരുമാനിക്കുന്നത്. ഇതുപോലെ നമുക്ക് കുറെ ഓപ്ഷൻസ് വരും. ഒരുപാട് ഫോണിന്റെ ബ്രാൻഡഡ് ആയിട്ടുള്ള ഒരുപാട് ഫോണുകൾ കോൾ വരുന്ന പോലത്തെ ഓപ്ഷൻസുകൾ ഇവിടെ വരും. അപ്പോൾ നമുക്ക് ഏതാണ് വേണ്ടത് അത് സെലക്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ സ്വൈപ്പ് ന്യൂ എന്ന് പറയുന്ന ഒരു മെത്തേഡാണ് ഞാൻ സെലക്ട് ചെയ്തേക്കുന്നത്. ഇനി ഞാൻ മറ്റേ ഫോണിൽ നിന്ന് വിളിച്ചു നോക്കുകയാണ് എങ്ങനെയാണ് ഇതിലോട്ട് കോൾ വരുന്നത്, ആ സ്റ്റൈൽ എങ്ങനെയാണെന്ന് നോക്കാം. ആ ഒരു സ്റ്റൈലിൽ കോൾ എൻ്റെ ഫോണിലേക്ക് വന്നിട്ടുണ്ട്. ഇവിടെ ഞാൻ അറ്റൻഡ് ചെയ്യുകയാണ്. അറ്റൻഡ് ചെയ്യുമ്പോൾ ഇതുപോലത്തെ ഒരു സ്ക്രീനാണ് വരിക. ഇവിടെ മ്യൂട്ട്, സ്പീക്കർ, കീപാഡ് അങ്ങനെ എല്ലാ ഓപ്ഷൻസും ഇവിടെ അവൈലബിൾ ആണ്. പിന്നീട് വീണ്ടും നമുക്കിങ്ങനെ മാറ്റി മാറ്റി കൊടുക്കാവുന്നതാണ്. 7 മോഡൽ ഫോണിന്റെ സ്റ്റൈലിൽ നമ്മുടെ ഫോണിലേക്ക് കോൾ വരുത്താൻ പറ്റും. വീണ്ടും മറ്റൊരു മോഡ് സെലക്ട് ചെയ്തിട്ട് ഞാൻ എൻ്റെ ഫോണിലോട്ട് കോൾ ചെയ്യാണ്, കറുത്ത ഫോണിലോട്ട് കോൾ ചെയ്യുകയാണ്. അപ്പോൾ ഇപ്പോൾ ഫോൺ റിങ് ചെയ്യുന്നുണ്ട് വെള്ള ഫോണിൽ, പക്ഷെ കോൾ കറുത്ത ഫോണിലോട്ട് വരുന്നില്ല. ഇത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചെയ്തിരിക്കുന്ന സെറ്റിംഗ്സിൽ ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ കോൾ വരാത്തത്. അപ്പോൾ നമുക്കിത് എങ്ങനെ ശരിയാക്കാൻ പറ്റുമെന്ന് നോക്കാം. ഇവിടെ നമ്മൾ ഫോണിന്റെ സെറ്റിംഗ്സ് എടുത്തേക്കുവാണ്. സെറ്റിംഗ്സിൽ ആപ്സ് എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും, സെലക്ട് ചെയ്യുക. അവിടെ മാനേജ് ആപ്പ് എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, അത് സെലക്ട് ചെയ്യാം. അത് സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഇതുവരെ ഡൗൺലോഡ് ചെയ്ത ആപ്ലിക്കേഷന്റെ ലിസ്റ്റുകൾ ഇതുപോലെ വരും. അതിൽ നമ്മൾ ഇപ്പോൾ ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷൻ ഇതുപോലെ സെലക്ട് ചെയ്യാം. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ അവിടെ നോട്ടിഫിക്കേഷൻ എന്നൊരു ഓപ്ഷൻ കാണും, സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്യുമ്പോൾ ഇതുപോലത്തെ ഒരു സ്ക്രീൻ ആയിരിക്കും വരിക. ഇവിടെ ഒരു പെർമിഷനും നമ്മൾ അലോ ചെയ്ത് കൊടുത്തിട്ടുണ്ടാവില്ല. അപ്പൊ എന്ത് ചെയ്യുക, ഈ കാണുന്ന എല്ലാ പെർമിഷൻസും അലോ ചെയ്ത് കൊടുക്കുക. ഈ പെർമിഷൻസ് ഒക്കെ അലോ ചെയ്ത് കൊടുത്താലാണ് നമ്മളെ മറ്റൊരാൾ വിളിക്കുമ്പോൾ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന സ്റ്റൈലിൽ ഫോൺ റിങ് ചെയ്യത്തുള്ളൂ, അല്ലെങ്കിൽ ആ ഒരു സ്റ്റൈൽ നമ്മളെ ഡിസ്പ്ലേയിലോട്ട് വരത്തുള്ളൂ. അങ്ങനെ സെറ്റിംഗ്സുകളൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ട് വീണ്ടും കോൾ ചെയ്യുകയാണ്. ഇതെവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ആ സ്റ്റൈലിൽ കോൾ റിങ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുന്ന സ്റ്റൈൽ ഇവിടെ ആക്റ്റീവ് ആണ്. അപ്പൊ ആ ഒരു സെറ്റിംഗ്സ് ആണ് ഇതിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ബാക്കിയുള്ള സെറ്റിംഗ്സ് ഒക്കെ നമ്മൾ പെർമിഷൻസ് കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് കിട്ടും. ഈ ഒരു സെറ്റിംഗ്സ് നമ്മളിങ്ങനെ എക്സ്ട്രാ പോയി ചെയ്ത് കൊടുക്കണം. പുതിയൊരു സ്റ്റൈൽ നമ്മൾ സെറ്റ് ചെയ്തിട്ട് വീണ്ടും കോൾ ചെയ്യുകയാണ്. ഇപ്പൊ ഇത് ഗൂഗിളിന്റെ സ്റ്റൈലാണ്. ഗൂഗിളിൽ ഫോൺ വരുന്ന ഈ ഒരു സ്റ്റൈലായിരിക്കും. ആ സ്റ്റൈലാണ് നമ്മളിവിടെ സെറ്റ് ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ സ്റ്റൈലിൽ റിങ് വരുന്നുണ്ട്, അല്ല ഡിസ്പ്ലേയിൽ ആ സ്റ്റൈൽ വരുന്നുണ്ട്. വീണ്ടും നമ്മൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് ഇടത്ത് സൈഡിൽ കാണുന്ന 3 വര പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരു ഓപ്ഷൻ വരും. ഇവിടെ വീണ്ടും നമ്മൾ സെറ്റിംഗ്സിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇതുപോലെ നമ്മുടെ ഫോണിലോട്ട് വരുന്ന പേരിന്റെ സ്റ്റൈൽ എങ്ങനെ സെറ്റ് ചെയ്യാം എന്നുള്ള ഒരു സെറ്റിംഗ്സ് ഉണ്ട്. ഇതുപോലെ സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ പറയുന്ന ഇപ്പൊ ഈ ഡിസ്പ്ലേയിൽ കാണിക്കുന്ന മോഡലിലായിരിക്കും ഫോൺ റിങ് ചെയ്യുമ്പോൾ വിളിക്കുന്ന ആളുടെ പേര് നമ്മുടെ ഫോണിൽ എഴുതി കാണിക്കുക. അപ്പൊ അതിനുവേണ്ടി നമ്മളിപ്പോൾ അത് വീണ്ടും നമ്മളൊരു പേര് സെലക്ട് ചെയ്തിട്ട് കോൾ ചെയ്യുകയാണ്. ഇപ്പൊ നിങ്ങൾക്ക് കാണാം നെറ്റ് ഹോം എന്നുള്ളത് വേറൊരു ഫോണ്ടിലാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഫോണ്ടും ഈ ഒരു ആപ്ലിക്കേഷനിൽ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. രണ്ടാമത് ഞാൻ വേറൊരു ഫോണ്ട് സെറ്റ് ചെയ്തിട്ട് വീണ്ടും കോൾ ചെയ്യുകയാണ്. അപ്പൊ നിങ്ങൾക്ക് കാണാം വീണ്ടും കോൾ വരുമ്പോൾ ആ ഫോണ്ടിൽ വീണ്ടും മാറ്റം വന്നിട്ടുണ്ട്. അപ്പൊ ഇതുപോലെ നമുക്ക് വ്യത്യസ്തമായി നമ്മളെ വിളിക്കുന്നവരുടെ പേര് വ്യത്യസ്ത ഫോണ്ടിൽ എഴുതിക്കാം. അതുപോലെ തന്നെ കോൾ എടുക്കുന്ന പാറ്റേൺ വ്യത്യസ്തമാക്കാം. പിന്നെ ഈ ഒരു ആപ്ലിക്കേഷന്റെ ഐക്കണിന്റെ കളർ നോക്കിയാൽ കാണാൻ സാധിക്കും, ചുവന്ന കളറാണ്. അപ്പൊ നമുക്ക് ഈ ആപ്ലിക്കേഷന്റെ ഐക്കൺ കളറുകൾ മാറ്റാൻ പറ്റും. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാൻ വലത്ത് സൈഡിൽ കാണുന്ന 3 ഡോട്ട് പ്രസ് ചെയ്തിട്ട് ആ സെറ്റിംഗ്സിലോട്ട് പോവാം. അപ്പൊ ഇവിടെ ഇതുപോലെ കുറെ ഓപ്ഷൻസ് കാണും. ഇവിടെ നമ്മൾ പച്ചയാണ് സെലക്ട് ചെയ്ത് കൊടുത്തേക്കുന്നത്. ഇനി നമ്മൾ ആപ്ലിക്കേഷനിലോട്ട് വന്നു കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം അത് പച്ച ഐക്കൺ ആയിട്ട് മാറിയിട്ടുണ്ട്. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് ഇടത്ത് സൈഡിലുള്ള 3 വരെ പ്രസ് ചെയ്ത് കസ്റ്റമൈസ് കോൾ സ്ക്രീൻ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് നമ്മുടെ ഫോണിലേക്ക് വരുന്ന കോളിന്റെ ഫോണ്ടും സ്റ്റൈലും ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റുക. വലത്ത് സൈഡിലുള്ള
മൂന്ന് ഡോട്ട് പ്രസ് ചെയ്ത് ആപ്ലിക്കേഷന്റെ വലത്ത് സൈഡിലെ മൂന്ന് ഡോട്ട് പ്രസ് ചെയ്തിട്ട് സെറ്റിംഗ്സിലോട്ട് പോയി കഴിഞ്ഞാൽ ആപ്ലിക്കേഷന്റെ കളർ മാറ്റാനും കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ടുള്ളതാണ് വലത്ത് സൈഡിലുള്ള സെറ്റിംഗ്സ്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.